ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എലിപ്റ്റിക്കൽ മാർക്കി ടൂളാണ്. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ പറയുന്നത് അതേ റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ പോലെ തന്നെയാണ്. ആ ഒരു ഷേപ്പിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതായത് റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ പറയുന്നത് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാവുന്നതും എലിപ്റ്റിക്കൽ പറയുന്നത് ആ ഒരു എലിപ്സ് ആയിട്ട് ഷേപ്പ് ആകുന്നതുമാണ്. എന്താന്ന് നോക്കാം. ഇപ്പോൾ ഒരു എലിപ്സ് വരക്കുന്നത്, അതായത് ആ ഒരു സെലക്ഷനാണ് വരക്കുന്നത്. ഷിഫ്റ്റ് പിടിച്ച് വരച്ചാൽ കറക്റ്റ് ആണെന്നായിരിക്കും. ആ ഒരു എലിപ്സ് ഷിഫ്റ്റ് പിടിച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആണെന്നായിരിക്കും. ഞാൻ ഒരു ഭാഗം മാത്രമായിട്ട് സെലക്ട് ആക്കുന്നു. സെലക്ട് ആക്കി അഡ്ജസ്റ്റ് ആക്കി വെക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ മറ്റേ റെക്റ്റാങ്കിൾ മാർക്കി ടൂളിലുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ഷൻ ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് പ്രോപ്പർട്ടീസിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. അതെല്ലാം ഇനി മൈനസ് ആക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് മൈനസ് ആക്കി കൊടുക്കാം. ഏത് ഭാഗമാണ് വേണ്ടത് ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മൈനസ് ആക്കി കൊടുക്കാം. ലാസ്റ്റിലെ ഓപ്ഷൻ, അതായത് ആ സെലക്ട് ആക്കിയ ഭാഗത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ അതേപോലെ. ഓക്കെ, ഇനി ആ ഒരു ഭാഗം മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെയർ മാസ്ക് അടിക്കാം. ലെയർ മാസ്ക് അടിച്ചിട്ടുണ്ട്. ആ സെലക്ട് ആക്കിയ ഭാഗം മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സെലക്ട് ആക്കിയ ഭാഗം മാത്രമായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് അൺപ്രൊജക്റ്റ് അടിക്കാം. ഇനി അതല്ല ആ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ച് റാസ്റ്ററൈസ് ലെയർ എടുക്കുക. അതിനുശേഷം ഡിലീറ്റ് അടിക്കുക. അങ്ങനെയല്ല ഡിലീറ്റ് ആയിട്ടല്ല പോകേണ്ടതുണ്ടെങ്കിൽ മാസ്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൾട്ട് പ്രസ് ചെയ്ത് ആഡ് ലെയർ മാസ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി ആ ഒരു ഭാഗത്ത് കളർ ഫിൽ ആവണമെന്നുണ്ടെങ്കിൽ സെയിം, അതായത് റെക്റ്റാങ്കിൾ മാർക്കി ടൂളിൽ ചെയ്ത പോലെ തന്നെ കൺട്രോൾ ബാക്ക് സ്പേസ് ഓർ ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഒരു കളർ അവിടെ ഫില്ലായിട്ട് വരുന്നതായിരിക്കും. ആ റെക്റ്റാങ്കിൾ മാർക്കി ടൂളും എലിപ്സ് മാർക്കി ടൂളും, അതായത് അത് രണ്ടും സെയിം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, ജസ്റ്റ് ഒന്ന് ആ ഷേപ്പിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതും ബാക്കി കളർ ചെയ്യുന്നതൊക്കെ സെയിം ആയിട്ടാണുള്ളത്. ആ ഒരു ഷേപ്പിൽ മാത്രമാണ് അതിൽ വ്യത്യാസമായി ഡിഫറൻസ് ആയിട്ടുള്ളത്, ഷേപ്പിൽ മാത്രമാണ്. ഇനി ആ ഒരു സെലക്ഷൻ പോയിക്കാനായിട്ട് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ടുള്ളത് സിംഗിൾ റോ മാർക്കി ടൂളാണ്. റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ, എലിപ്റ്റിക്കൽ മാർക്കി ടൂളിലെ താഴെയായിട്ടാണ് സിംഗിൾ റോ മാർക്കി ടൂൾ ഉള്ളത്. സിംഗിൾ റോ മാർക്കി ടൂൾ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ സിംഗിൾ റോ മാർക്കി ടൂൾ എടുക്കുന്ന അതിനുശേഷം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റോ ആയിട്ടായിരിക്കും സെലക്ട് ആവുക. പക്ഷെ അത് എത്ര ആയെന്ന് കാണില്ല. സൂം ആക്കി നോക്കിയാലായിരിക്കും അത് എത്രയാണ് സെലക്ട് ആയിട്ടുണ്ട് എന്നത് കാണുക. ആ ഒരു പിക്സൽ മാത്രമായിട്ടായിരിക്കും സെലക്ട് ആയിട്ടുണ്ടാവുക. മാർക്കി ടൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. അതായത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് നീക്കിക്കൊണ്ട് ആഡ് ചെയ്യാം. അതേപോലെ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസിൽ സബ്ട്രാക്ട് ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്കത് വേണ്ടാത്ത ഭാഗം കളയാൻ പറ്റുന്നതായിരിക്കും. ഇനി ആ ഒരു ഭാഗം മാത്രം കട്ടാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ലെയേഴ്സിൽ ലെയർ മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെലക്ട് ആക്കിയ ആ 2 പിക്സൽസ് മാത്രമായിട്ട് കട്ടാക്കി കിട്ടുന്നതായിരിക്കും. ആ ഒരു 2 പിക്സൽസ് മാത്രമായിട്ടാണ് ഇപ്പോൾ കട്ടാക്കി കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കത് കട്ടാക്കിയിട്ടില്ല, അതായത് ആ ഒരു ഭാഗം കട്ടാക്കി കിട്ടാനല്ല, ആ ഒരു ഭാഗം കട്ടാക്കി കളയാനായിട്ടാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ വെച്ച് ബാക്കിലേക്ക് പോവുക. ഓക്കെ, അതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ്ലി എഡിറ്റബിൾ അല്ലാന്ന് പറയും. ആ ഒരു ടൈമിൽ ഓക്കെ എടുത്തതിന് ശേഷം ആ ഒരു ലെയറിൽ സൈഡിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. അതിനുശേഷം റാസ്റ്ററൈസ് ലെയറോ അല്ലെങ്കിൽ കൺവേർട്ട് ടു ലെയേഴ്സോ ചെയ്യാം. റാസ്റ്ററൈസ് ലെയർ കൊടുക്കുന്നത്. അതിനുശേഷം ഡിലീറ്റ് ഓപ്ഷൻ അടിച്ചെങ്കിൽ കൺട്രോൾ ഡി, അതായത് ആ സെലക്ഷൻ പോയിക്കുന്നത് കൺട്രോൾ ഡി, ആ ഒരു ഭാഗം അത്ര കട്ടായിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു സെലക്ട് ആക്കിയ ആ ഒരു 2 പിക്സൽസ് മാത്രമായിട്ട് കട്ടായിട്ട് പോയിട്ടുണ്ടാവും. ഇത് കറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറും കൂടി ഒന്ന് ഹൈഡ് ആക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു പിക്സൽസ് മാത്രമായിട്ട് കട്ടായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതേപോലെ ഫസ്റ്റ് ചെയ്തിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് കളറോ ഫില്ലാക്കുന്നുണ്ട്. സെയിം സംഭവം തന്നെ, അതായത് റെക്റ്റാങ്കിൾ മാർക്കി ടൂളും എലിപ്റ്റിക്കൽ മാർക്കി ടൂളും ഉള്ളത് തന്നെ. ബാക്ക്ഗ്രൗണ്ട് കളറോ ഫോർഗ്രൗണ്ട് കളറോ ആ ഒരു ഭാഗത്ത് ഫില്ലാക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസും
അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് കളർ ആണെങ്കിൽ ആൾട്ട് ബാക്ക് സ്പേസും പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ കൺട്രോൾ ബാക്ക് സ്പേസ് ഞാൻ അടിക്കുന്നു. അതിനുശേഷം ആ ഒരു സെലക്ഷൻ പോയിരിക്കുന്നത് കൺട്രോൾ ഡി. ഓക്കെ, ഇപ്പോൾ ആ ഒരു പിക്സൽസിൽ മാത്രമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു പിക്സൽസിൽ മാത്രമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലായിട്ട് ആ ഒരു ലൈൻ മാതിരിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലായിട്ട് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഹൈഡാക്കി നോക്കാം. ഇനി അത് ഫോർഗ്രൗണ്ട് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഫില്ലായ ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് കളറല്ല ഫോർഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. ശേഷം സെലക്ഷൻ പോയിട്ട് കൺട്രോൾ ഡി. ഓക്കെ, ഇപ്പോൾ ഫോർഗ്രൗണ്ട് കളർ അവിടെ വന്നിട്ടുണ്ടാവും.